ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും ഇവിടെ സുഖമായി തന്നെ പോകുന്നു. രാവിലെ ഉണ്ടല്ലോ മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോയത്. കാര്യം ചോറെടുത്തില്ല. കാരണം ഉണ്ടല്ലോ അരി വെന്തിട്ടില്ലായിരുന്നു. ഇന്നലെ പോയി വാങ്ങിച്ചതാണ് കേട്ടോ. ആ അരിയുടെ വേവ് ഞാൻ എല്ലാ പ്രാവശ്യത്തെയും കണക്കാണ് വേവിച്ചത്. പക്ഷേ ഉണ്ടല്ലോ വെന്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ മോൻ വിഷമിക്കേണ്ട, നീ പൊയ്ക്കോളൂ, ഞാൻ സ്കൂളിൽ കൊണ്ടെത്തിക്കാമെന്ന്. എന്തിനാമേ, അതൊന്നും ആവശ്യമില്ല. ഒരു ദിവസം ഫുഡ് കൊണ്ടുപോയില്ലെന്നും പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ തരുമല്ലോ. എങ്കിലും അങ്ങനല്ലല്ലോ, ഞാൻ അമ്മയാവുമ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു വിഷമമുണ്ട് കേട്ടോ. ഞാനതെല്ലാം വേഗം റെഡിയാക്കി ബീൻസ് വിഴുക്ക് വരട്ടിയും കണവ റോസ്റ്റും എല്ലാം എടുത്ത് വേഗം റെഡിയാക്കിയേ. ഇളയവനെയും ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടാണ് മോന് ആഹാരം കൊണ്ടു കൊടുക്കാൻ പോയത്. പക്ഷേ ഉണ്ടല്ലോ ഇളയവനുണ്ടല്ലോ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു വല്ലായിക പോലെ ഒരു ചെറിയ പനിയുണ്ട്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നീ ഇന്ന് സ്കൂളിൽ പോകണ്ട, അമ്മ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. മോൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ, സ്കൂളിൽ വരുന്നില്ലേന്ന് ചോദിക്കാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരെ സ്കൂളിൽ കൊണ്ട് മോന് കൊടുത്തു കേട്ടോ. അത് ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിട്ട് പോവുകയാണ് കേട്ടോ. മോന് ഉച്ചഭക്ഷണം കൊടുത്ത് കൂട്ടുകാരടുത്ത് ടാറ്റയും പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഇളയവനെയും കൂടെ ഞാൻ ഇരുത്തി കേട്ടോ. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തണ്ടല്ലോ എന്ന് കരുതിയാണ് അവനെയും കൂടെ കൊണ്ടുവന്നത്. ഈ ക്ഷേത്രം ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശിവക്ഷേത്രമാണ്. അതിൻ്റെ ചുറ്റും നല്ല വയലുകളും പാടങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ വീടിൻ്റെ ഭാഗത്ത് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇത്തിക്കര ആറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ ഭാഗത്ത് തന്നെ ഒരു പാലം വരുന്നുണ്ട്. ആ പാലം കൂടെ റെഡിയായാലുണ്ടല്ലോ എനിക്ക് വേഗം മോൻ്റെ സ്കൂളിലോട്ടും അവിടുത്തെ ചന്തയിലും അമ്പലത്തിലും ഒക്കെ എനിക്ക് പോവാം. തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ മോനൊരു കാപ്പി വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി. ഞാൻ കാപ്പിയൊക്കെ ഇടുന്നതാണ് എങ്കിലും കൂടിയും മോൻ എനിക്കൊരു വട വേണമെന്ന് പറഞ്ഞു. പനിയാണെങ്കിൽ കൂടിയും ഞാൻ അവനൊരു വട വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. മോൻ ഒരു വടയും കാപ്പിയും കൊടുത്തു. പക്ഷേ ഞാൻ കുടിച്ചില്ല. പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല കേട്ടോ. മോന് പനിയായതിൻ്റെ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ട്. പിള്ളേർക്ക് വയ്യാതായാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും മക്കൾക്ക് വയ്യാതായാൽ സങ്കടമാണ്. കാര്യമുണ്ടല്ലോ, അസുഖങ്ങളൊന്നുമില്ല, നല്ല ആക്റ്റീവ് ആണെങ്കിലുണ്ടല്ലോ പിറകെ നടന്ന് രണ്ട് മക്കളും ശല്യം ചെയ്യും. കാര്യം ചിലപ്പോൾ നല്ല വഴക്കും കൊടുക്കും, ഞാൻ അടിയും കൊടുക്കാറുണ്ട്. കാര്യം കുരുത്തക്കേട് കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു മോൻ അടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം എന്തെങ്കിലും ടി വിയോ എന്തെങ്കിലും ഇട്ട് കണ്ടുകൊണ്ടിരിക്കുക, അമ്മയ്ക്ക് ഒന്ന് അധികം പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി കേട്ടോ. പാത്രം കഴുകലാണ് ഏറ്റവും വലിയ പണി. വിറകടുപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ടുണ്ടല്ലോ അധികവും നല്ല ഒട്ടും തന്നെ കരിയുള്ള പാത്രങ്ങളൊന്നുമില്ല. ഒരു 6-7 വർഷം തൊട്ട് ഞാൻ വിറകടുപ്പ് ഉപയോഗിക്കാറില്ല. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ അമ്മ ചോറും മീൻകറിയൊക്കെ വെക്കുന്നത് വിറകടുപ്പിൽ തന്നെയാണ്. ഇത് കുറച്ചധികം തുണികൾ കഴുകാനുണ്ട് കേട്ടോ. ഇത് ബെഡ്ഷീറ്റുകളെല്ലാം റൂമിലത് ഞാൻ വലിച്ച് വാരിയെടുത്ത് കേട്ടോ. കാര്യം വല്ലപ്പോഴും കഴുകി ഇടണമല്ലോ. പ്രത്യേകിച്ച് മോന് തുമ്മലും അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ബെഡ്ഷീറ്റുകളും തലയുടെ ഉറയൊക്കെ ഞാനെടുത്ത് കഴുകും കേട്ടോ. കുറേ അധികം ഉള്ളതുകൊണ്ടുണ്ടല്ലോ കുറച്ച് തുണി ഇട്ടതിന് ശേഷം ഞാൻ ലിക്വിഡ് ഒഴിച്ചു. കുറേ അധികം തുണികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് തുണി അധികം ഇട്ടിട്ട് ലിക്വിഡ് ഒഴിച്ചത്. വീണ്ടും കുറേ തുണികൾ കുത്തി അമർത്തി വെച്ചിട്ട് വീണ്ടും ലിക്വിഡ് ഒഴിച്ചു കേട്ടോ. എനിക്ക് ഓണാവുമെന്ന് പേടിയായിരുന്നു മെഷീൻ, പക്ഷേ എന്തായാലും ഓണായി കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ടല്ലോ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കാൻ നോക്കി. ഭയങ്കര മെനക്കെട്ട പരിപാടി തന്നെയാണ് കേട്ടോ. മിക്കവാറും കറികളുടെ പല കാര്യങ്ങളും തിളച്ച് തൂകുന്നതെല്ലാം ഈ ഭാഗത്താണ്. അങ്ങനെ എന്തായാലും പതുക്കെ ഒന്ന് തുടച്ചെടുത്തു. ഞാനുണ്ടല്ലോ ഈ സോഡാപ്പൊടി ഇട്ട് 2-3 സ്പൂൺ സോഡാപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് തളിച്ചിട്ടാണ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കഴുകുന്നത്. നല്ല ഇതാണ്, വേഗം ആ അഴുക്കുകളും പിന്നെ ആ തീ കത്തിക്കുന്ന ഭാഗത്തുള്ള എല്ലാ കറകളും വേഗം പോകും കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പൊടിവർഗ്ഗങ്ങളെല്ലാം വയ്ക്കുന്ന ആ കബോർഡെല്ലാം ഞാൻ നല്ലോണം തുടച്ചിട്ടുണ്ടേ. ഓവനൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അധികം ഒന്നും ഞാൻ ഓവൻ ഉപയോഗിക്കാറില്ല. ആദ്യ സമയത്ത് ഇത് വാങ്ങിച്ച സമയത്തുണ്ടല്ലോ പപ്സ് ഉണ്ടാക്കലും കേക്ക് ഉണ്ടാക്കലും ഒക്കെ അതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞെന്ന് ഏട്ടൻ എപ്പോഴും പറയും. ഇപ്പം നീ ഓണാക്കത്ത് കൂടി ഇല്ലല്ലോ എന്ന് പറയും. എപ്പോഴും എന്നെ കളിയാക്കും കേട്ടോ. ഇതെന്തിനാ ഇത് വാങ്ങിച്ചു തന്നത്, ഷോയ്ക്കാണോ എന്ന് ചോദിക്കും. ഷോയ്ക്കൊന്നും അല്ലോട്ടോ. ഞാൻ ചില സാധനങ്ങളൊക്കെ ചൂടാക്കി എടുക്കുകയും ബ്രെഡ് റോസ്റ്റ് ചെയ്യുകയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. മിക്സിയിലൊക്കെ ഉണ്ടല്ലോ 2 സൈഡിൽ നല്ല കറ പിടിച്ചിരുന്നു. അതെല്ലാം നല്ല രീതിക്ക് തന്നെ കഴുകിയെടുത്തു. അത് കഴിഞ്ഞ് നേരെ ഡൈനിങ് ടേബിൾ ഒന്ന് വൃത്തിയാക്കി. ഇച്ചിരി പാടാണ് ഈ എനിക്ക് എല്ലാ പണികളും പാട് തന്നെയാണ്. എങ്കിലും ഞാൻ എന്തായാലും ചെയ്യാൻ ആരുമില്ല, എന്തായാലും ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങ് എല്ലാം ആസ്വദിച്ച് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ആ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചതിന് ശേഷം ഉണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ പുറം എല്ലാം തുടച്ചു. അകമൊക്കെ ഇനി ഒരു ദിവസം വൃത്തിയാക്കാമെന്ന് കരുതി ഇടയ്ക്ക് വെച്ച് ഞാൻ 2 ആഴ്ച കൂടുമ്പോഴെല്ലാം വൃത്തിയാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് TV സ്റ്റാൻഡൊക്കെ വന്ന് വൃത്തിയാക്കിയത് കുറേ കാറുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് മോണിറ്ററാണ് ക്യാമറയുടെ. അതെല്ലാം അങ്ങ് വൃത്തിയാക്കി വെച്ച് ഓണാക്കി വയ്ക്കുമ്പോൾ അതിനും എന്തോ കംപ്ലൈൻറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തനിയെ ഓണായി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ സിറ്റൗട്ടിൽ വന്നു കേട്ടോ. അവിടെ കുറച്ചധികം ചെടികൾ വെക്കാറുണ്ട്. ഈ ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാലും ചിലതൊന്നും വീടിനകത്ത് വെച്ചാൽ എങ്ങനെ നോക്കിയാലും കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറേ അധികം ചെടികൾ ഞാൻ സിറ്റൗട്ടിൽ തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാം തട്ടിത്തൂത്ത് ചെടിയിലൊക്കെ ഒന്ന് സ്പ്രേ ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയേ. ഞാനുണ്ടല്ലോ വീട്ടിൽ കുറേ ചെടികൾ വെച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴെല്ലാം ഒരുവിധം പോയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഓൺലൈൻ വഴി ഞാൻ ഒരു പൗച്ച് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അത് വന്നായിരുന്നു കേട്ടോ. ഇതിനകത്താകുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം ഇട്ട് വെച്ചിരിക്കാൻ, മൊത്തത്തിൽ കിടന്ന് തപ്പുണ്ടല്ലോ, ഒരുമിച്ച് എടുത്ത് വെക്കാമല്ലോ എന്ന് കരുതി. പിന്നെ ഒരു ഹാൻഡ് ബാഗും വാങ്ങിച്ചു കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതാണ്, നല്ല ഉള്ളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ 2 വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെടിയെല്ലാം ഞാൻ നോക്കുകയാണ് കേട്ടോ.
എൻ്റെ വീട്ടിലാണെങ്കിൽ അധികം പൂ പിടിക്കുന്ന ചെടികളില്ല, മിക്കതും ഇലച്ചെടികളാണ്. പൂ പിടിക്കുന്ന ചെടികളൊക്കെ ഞാൻ കുറേ കൊണ്ടുവച്ചതാണ്, അതെല്ലാം കുറേ കഴിയുമ്പോൾ ആ സീസൺ കഴിയുമ്പോൾ അങ്ങ് പോവും. എന്നിട്ടുണ്ടല്ലോ ഞാൻ വന്ന് ബെഡ്ഷീറ്റ് എല്ലാം പുതിയതൊക്കെ എടുത്തിട്ട് കേട്ടോ. ഇന്നും കൂടെ ഈ രീതിയിൽ കിടക്കും. നാളെ തൊട്ട് ഇതെല്ലാം ചവിട്ടി കൂട്ടി ഇതിൻ്റെ ഷേപ്പെല്ലാം മാറി ചുരുട്ടി മാസങ്ങൾ കഴുകിയ രീതിയിലാക്കി തരും എൻ്റെ മക്കൾ. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ മെഷീനിൽ കിടന്ന തുണിയെല്ലാം കഴുകി എടുത്തു. അങ്ങനെ ഞാൻ വിരിച്ചു കേട്ടോ. എങ്കിലും ഒരുപാട് മെഷീനകത്ത് തുണി കിടപ്പുണ്ട്. കാര്യം എൻ്റെ ഒരു കയറ് പൊട്ടിപ്പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ആരെങ്കിലും വിട്ടത് കെട്ടണം കേട്ടോ. എനിക്ക് ആ തൊട്ടടുത്തൊരു മരമുണ്ട് മാവ്, അതിനകത്തോട്ട് നിൽക്കാൻ പറ്റത്തില്ല, കയറാൻ പറ്റത്തില്ല. അതേ നോക്കിയേ, ഇന്നങ്ങോട്ട് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ഇത് ക്ലീൻ ചെയ്യാൻ പാടാണെന്ന്. ചായ ഇട്ടതാണേ, ദേ കേട്ടോ മൊത്തം തിളച്ച് തൂക്കിയിട്ടുണ്ട്. എന്തോ ചെയ്യാൻ, എപ്പം ഞാൻ ഈ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കും അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു സംഭവം തൊട്ടും അടുത്ത് നടക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം തട്ടി തൂത്തെല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് ചായ കിട്ടുകയുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ മുറ്റത്ത് തൂക്കാൻ പോയി, തൂത്തെല്ലാം വാരിയിട്ട് കത്തിച്ചു. ഒരു മഴയുടെ ഒരു ചെറിയ ലക്ഷണമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കത്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ നാളെ കത്തിക്കത്തുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പോസ്റ്റിൽ ലൈറ്റൊക്കെ ഇട്ടേ കഴുകിയിട്ട് തുണി എടുക്കാൻ നോക്കിയപ്പോഴുണ്ടല്ലോ മിക്കതും ഉണങ്ങിയിട്ടില്ല, 1-2 എടുത്തുള്ളൂ, ബാക്കി അവിടെ കിടക്കട്ടെ എന്ന് കരുതി കേട്ടോ. പിന്നീട് ചെന്ന് കുളിച്ച് വിളക്ക് കത്തിച്ച് നാമമൊക്കെ ജപിച്ച് മോന് ആഹാരം കൊടുത്തോട്ട് ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുത്തത്. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.